ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 76 to 80 ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ B. ഇത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ടോപ്പിക്സും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഓർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ 76, DMA controller is ഓപ്ഷൻ A 8156, ഓപ്ഷൻ B 8257, ഓപ്ഷൻ C 8255 ആൻഡ് ഓപ്ഷൻ D 8279. ഇതിൻ്റെ ആൻസർ 8257 ആണ്, ഓപ്ഷൻ B. അപ്പോൾ ആദ്യം വാട്ട് ഈസ് DMA കൺട്രോളർ എന്ന് പഠിക്കാം. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DMA കൺട്രോളർ, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് DMA കൺട്രോളർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്. ആൻഡ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കോമൺ ടൈപ്സ് ഓഫ് DMA കൺട്രോളേഴ്സ് ഏതൊക്കെയാണ് എന്നും കൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് ഡേറ്റാസിനെ ഫ്രം മെമ്മറി ടു അതർ ഡിവൈസസ് ഷെയർ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഫ്രം അതർ ഡിവൈസസ് ടു മെമ്മറി നമ്മൾ ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് CPU ആണ്. CPU ആണ് ഈ ജോബൊക്കെ ചെയ്യുന്നത്, ഈ ഡേറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബട്ട് ഓരോ ടൈമും CPU ഇങ്ങനെ മെമ്മറി ടു ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസ് ടു മെമ്മറി ഇങ്ങനെ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് CPUവിനെ സ്ലോ ആക്കും. ബിക്കോസ് CPU എപ്പോഴും ഇങ്ങനത്തെ പരിപാടീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറയും ആൻഡ് ഇത് CPUവിൻ്റെ പവറും കൂടി വേസ്റ്റ് ആക്കും. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് DMA കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. DMAയുടെ ഫുൾ ഫോമാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്ഫറിന് CPUവിനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ പെർഫോമൻസ് സ്ലോ ആവുന്നതും അതിൻ്റെ പവർ വേസ്റ്റ് ആവുന്നതൊക്കെ. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DMA യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിന് CPU ഇല്ലാതെ CPUവിനെ ഇൻവോൾവ് ചെയ്യാതെ ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെമ്മറി. ഈ DMA കൺട്രോളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാർഡ്വെയർ ഡിവൈസസിന് ഡയറക്റ്റ്ലി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഇൻവോൾവിങ് ദി CPU. ഇപ്പോൾ CPU ഇൻവോൾവ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ടു ഓർ ഫ്രം മെമ്മറി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. It is a way to let hardware devices transfer data directly to or from memory without bothering the CPU every time. This makes the system faster and frees up the CPU to do other tasks. ഈ DMA കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. ഇത് ആക്ച്വലി ഡയറക്റ്റ്ലി ഫ്രം മെമ്മറി ആൻഡ് ഡിവൈസസ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും DMA കൺട്രോളർ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇത് ഡിവൈസസിനോട് ഇറ്റ് ടെൽസ് ഡിവൈസസ് ആൻഡ് മെമ്മറി വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ DMA കൺട്രോളർ മെമ്മറിക്കും വേറെ ഡിവൈസസിനും പറഞ്ഞു കൊടുക്കും. ദെൻ വൺസ് ഈ ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയാൽ ഈ DMA കൺട്രോളർ CPUവിനെ ഇൻഫോം ചെയ്യും യൂസിങ് സിഗ്നൽസ്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ CPU DMA കൺട്രോളറിന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. where to get the data, where to put the data and how much data to transfer. ഇങ്ങനെ ഇതെല്ലാം CPU DMA കൺട്രോളറിന് പറഞ്ഞു കൊടുക്കും. CPU gives the information to DMA controller. ഈ ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം DMA കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യും ബിറ്റ്വീൻ ദ മെമ്മറി ആൻഡ് ദ ഡിവൈസ് വിത്തൗട്ട് ഇൻവോൾവിങ് CPU. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഈ ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയതിനു ശേഷം CPUവിന് സിഗ്നൽ കൊടുക്കും വിത്ത് ആൻ ഇൻറ്ററപ്റ്റ്. ഒരു ഇൻറ്ററപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ഇസ് ഡൺ എന്ന് പറഞ്ഞിട്ട് CPUവിനെ ഇൻഫോം ചെയ്യും. ഇങ്ങനെയാണ് ഒരു DMA കൺട്രോളർ വർക്ക് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് CPU DMA കൺട്രോളറിന് ഇൻഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ DMA കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ DMA CPUവിനെ ഇൻഫോം ചെയ്യും. ഇങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിരുന്നു. ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഇനി ഈ DMA കൺട്രോളറിൽ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്. അഡ്രസ് രജിസ്റ്റർ, കൗണ്ട് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ, സ്റ്റാറ്റസ് രജിസ്റ്റർ, ചാനൽസ്, ഇങ്ങനെ 5 ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഈ അഡ്രസ് രജിസ്റ്ററിൽ നമ്മൾ ഫ്രം വേർ വിൽ ബി ദ ഡേറ്റ റീഡ് ഓർ റിട്ടേൺ, ഡേറ്റ നമ്മൾ ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണോ എടുക്കാൻ പോകുന്നത് ഓർ എവിടേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ആ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ആവുന്നത്. പിന്നെ ഉള്ളത് കൗണ്ട് രജിസ്റ്റർ. ഇറ്റ് ഹോൾഡ്സ് ഹൗ മച്ച് ഡേറ്റ ടു ട്രാൻസ്ഫർ, എത്ര ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം അതാണ് ഈ കൗണ്ട് രജിസ്റ്ററിൽ സ്റ്റോർ ആവുന്നത്. ഇത് യൂഷ്വലി ബൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ വേർഡ്സിലായിരിക്കും. നെക്സ്റ്റ് വൺ കൺട്രോൾ രജിസ്റ്റർ. കൺട്രോൾ രജിസ്റ്ററിൽ ട്രാൻസ്ഫർ ഡയറക്ഷൻ, ട്രാൻസ്ഫർ മോഡ്സ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാണും. കൺട്രോൾ രജിസ്റ്റർ
sets the transfer direction, mode, etc. The next one, status register. It tells the CPU if DMA is done or still running. സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ഡി എം എയുടെ സ്റ്റാറ്റസ് ആണ് അതിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. ഡി എം എയുടെ വർക്ക് കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ സ്റ്റിൽ അത് റണ്ണിങ് ഫേസിലാണോ ഉള്ളതെന്ന് നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. പിന്നെ ഉള്ളതാണ് ചാനൽസ്. ചാനൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പാത്ത് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓരോ ചാനലിലും അറ്റ് എ ടൈം ഒരു ഡേറ്റ ട്രാൻസ്ഫർ ടാസ്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈച്ച് ചാനൽ ക്യാൻ ഹാൻഡിൽ വൺ ട്രാൻസ്ഫർ ടാസ്ക് അറ്റ് എ ടൈം. ഇതാണ് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ്. ഇനി ഇതിന് 3 ടൈപ്സ് ഓഫ് മോഡ്സ് ആണ് ഉള്ളത്. ഡി എം എ കൺട്രോളറിന് 3 ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട്. ബേസ്റ്റ് മോഡ്, സൈക്കിൾ സ്റ്റീലിംഗ് മോഡ് ആൻഡ് തേർഡ് വൺ ട്രാൻസ്പെറൻറ്റ് മോഡ്. ബേസ്റ്റ് മോഡിൽ ഈ ഡി എം എ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ ഫുള്ള് എടുക്കും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ. അതിൽ വാട്ട് ഈസ് ബസ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ബസ്സസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡി എം എ കൺട്രോളർ ആക്ച്വലി സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ എടുക്കും അൺടിൽ ഇറ്റ് ഫിനിഷസ് ട്രാൻസ്ഫറിങ് ഓൾ ദ ഡേറ്റ. എല്ലാ ഡേറ്റാവും ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്നവരെ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ എടുക്കും. അപ്പോൾ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ എടുക്കുമ്പോൾ അവിടെ സി പി യു ബ്ലോക്ക് ആവും. ബിക്കോസ് സി പി യു ബാക്കി ഡിവൈസസിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബസ്. അപ്പോൾ ബസ്സിൻ്റെ കൺട്രോൾ ഈ ഡി എം എ കൺട്രോളർ എടുക്കുമ്പോൾ സി പി യു അവിടെ ബ്ലോക്കായി വയ്ക്കും. അപ്പോൾ ഈ ഒരു മോഡിൽ നമുക്ക് ഫാസ്റ്റ് ആയിരിക്കും, ബട്ട് സി പി യുവിനെ നമ്മൾ ബ്ലോക്ക് ആക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി സെക്കൻഡ് ഉള്ള മോഡാണ് സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്. ഈ മോഡിൽ ഡി എം എ കൺട്രോളർ കുറച്ച് നേരത്തിന് ബസ്സിൻ്റെ കൺട്രോൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ സി പി യുയിലോട്ട് കൊടുക്കും. ബേസ്റ്റ് മോഡിൽ ഡേറ്റാസ് എല്ലാം ട്രാൻസ്ഫറായി കഴിയുന്നവരെ ബസ്സിൻ്റെ കൺട്രോൾ എടുക്കും. ബട്ട് സൈക്കിൾ സ്റ്റീലിംഗ് മോഡിൽ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഡി എം ഐ ടേക്സ് കൺട്രോൾ ഓവർ ദി ബസ്. അത് കഴിഞ്ഞിട്ട് ബസ്സിനെ സി പി യുക്ക് തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് സി പി യു ആൻഡ് ഡി എം ഐ യൂസേജ് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ള തേർഡ് വൺ ആണ് ട്രാൻസ്പെറൻറ്റ് മോഡ്. ട്രാൻസ്പെറൻറ്റ് മോഡിൽ സി പി യു എപ്പോഴാണോ ഐഡിൽ ആയിട്ടുള്ളത് അപ്പോൾ മാത്രമേ ഡി എം എ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്ഫേഴ്സ് നടത്തത്തുള്ളൂ. ബട്ട് ഇത് കുറച്ച് സ്ലോ ആണ്. ബിക്കോസ് സി പി യു എപ്പോഴാണോ ഐഡിൽ ആവുന്നത് അതുവരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് മോഡ് കുറച്ച് സ്ലോ ആണ്, ബട്ട് ഇറ്റ് ഈസ് ലീസ്റ്റ് ഡിസ്റപ്റ്റീവ്. ഇനി ടൈപ്സ് ഓഫ് ഡി എം ഐ ട്രാൻസ്ഫർ എടുക്കുകയാണെങ്കിൽ മെമ്മറി ടു മെമ്മറി ട്രാൻസ്ഫർ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ടും മെമ്മറി ഉണ്ട്, ആൻഡ് മെമ്മറി ടു ഇൻപുട്ട് ഔട്ട്പുട്ടും ഉണ്ട്. മെമ്മറി ടു മെമ്മറി ആണെങ്കിൽ ഡേറ്റ ഈസ് കോപ്പീഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ മെമ്മറി ടു അനദർ പാർട്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടും മെമ്മറി ആണെങ്കിൽ എക്സാമ്പിൾ ഡിസ്കിൽ നിന്ന് റാമിലോട്ട് നമ്മൾ മാറ്റുന്നതാണ്. ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ടു മെമ്മറിയിലോട്ട് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഐ ഒ ടു മെമ്മറി. ആൻഡ് ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ മെമ്മറി ടു ഐ ഒ. ഇതിൻ്റെ എക്സാമ്പിളാണ് റാമിൽ നിന്ന് സൗണ്ട് കാർഡിലോട്ട് നമ്മൾ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഡി എം ഐ കൺട്രോളേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിംഗിൾ ചാനൽ ഡി എം എ, മൾട്ടി ചാനൽ ഡി എം എ ആൻഡ് ബസ് മാസ്റ്ററിംഗ് ഡി എം എ. സിംഗിൾ ചാനൽ ഡി എം എയിൽ നമുക്ക് ക്യാൻ ഹാൻഡിൽ വൺ ട്രാൻസ്ഫർ അറ്റ് എ ടൈം. ഇതിൽ ഒരു ചാനലേ കാണത്തുള്ളൂ, അപ്പോൾ നമുക്ക് ഒരു ട്രാൻസ്ഫർ മാത്രമേ അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സെക്കൻഡ് വൺ മൾട്ടി ചാനൽ ഡി എം എ. ഇതിൽ ഇറ്റ് ക്യാൻ മാനേജ് മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീംസ്. മൾട്ടി ചാനൽ ഡി എം എയിൽ മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീംസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിളാണ് 8237 ഡി എം എ. ആൻഡ് ഇതിന് 4 ചാനൽസ് ഉണ്ട് ഈ 8237 ഡി എം എക്ക്. ദെൻ ലാസ്റ്റ് വൺ ബസ് മാസ്റ്ററിംഗ് ഡി എം എ. ബസ് മാസ്റ്ററിംഗ് ഡി എം എക്ക് സി പി യുടെ ഒരു മിനി വേർഷൻ കാണും. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മിനി സി പി യു ആൻഡ് ഇറ്റ് ടേക്സ് ഓവർ ദ ബസ് കംപ്ലീറ്റ്ലി. ആൻഡ് ഇതാണ് നമ്മൾ മോഡേൺ സിസ്റ്റംസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഡി എം എ ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ ഡി എം എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി റിസ്ക് വരും. അപ്പോൾ ഇതിന് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ IOMM യൂസ് ചെയ്യാം, ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്സ്. ആൻഡ് ഇതിന് നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സം സിസ്റ്റം ഡിസേബിൾ ഡി എം എ പോർട്സ് വെൻ നോട്ട് ഇൻ യൂസ് ആവാത്ത ടൈമിൽ നമ്മൾ ഈ ഡി എം എ പോർട്സിനെ ഡിസേബിൾ ചെയ്തും വയ്ക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഡി എം എ അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇത് ഫുള്ളും വായിച്ച് നോക്കുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം, ബാക്കിയുള്ളത് ടെലഗ്രാം ചാനലിൽ ഈ PDF ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ക്ലാസിക് ഡി എം എ കൺട്രോളേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഇൻറ്റൽ 8257. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. ഇൻറ്റൽ 8257ൽ 4 ചാനലാണ് ഉള്ളത്. ആൻഡ് ഇതൊരു 8-bit ഡി എം എ കൺട്രോളറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻറ്റൽ 8085 സിസ്റ്റംസ്.
ദെൻ നെക്സ്റ്റ് വൺ ഇൻറ്റൽ 8237 ആണ്. ഇത് എൻഹാൻസ്ഡ് വേർഷൻ ആണ്. 8257 കുറച്ച് ഏർലി സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻറ്റൽ 8237 കുറച്ചുകൂടി എൻഹാൻസ്ഡ് വേർഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് യൂസ്ഡ് ഫോർ ഇൻറ്റൽ 8086 ഓർ 8088 സിസ്റ്റംസ്. പിന്നെ മൊട്ടറോള 6844 ഉണ്ട്. അത് 4 ചാനൽ DMA കൺട്രോളറാണ്. ആൻഡ് ഇത് നമ്മൾ യൂസ്ഡ് ഇൻ 68000 സീരീസ് സിസ്റ്റംസ്. പിന്നെ സിലോഗ് Z8 DMA. ഇത് DMA കൺട്രോളർ ഫോർ സിലോഗ് Z8 മൈക്രോ പ്രോസസ്സർ സിസ്റ്റം. ദെൻ AM95117A. ഇത് നമ്മൾ ഇൻറ്റൽ 8237 യൂസ് ചെയ്യുന്നതാണ്. ഫുള്ളി കമ്പാറ്റബിൾ. ഇപ്പോൾ ബാക്കി എല്ലാ ടൈപ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡാക്കി നോക്കുക. Then question number 77, binary equivalent of decimal 17.8 is. ഇത് question number 77 to ബാക്കി 79 വരെ ഉള്ളത് ഫുള്ളും നമ്മളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ബേസ്ഡ് ആണ്. നമ്പർ സിസ്റ്റം പിന്നെ നമ്പർ കൺവേർഷൻസൊക്കെയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കണം. ഡെസിമൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ നൺ ഓഫ് ദി എബോ ആണ്. ഇതെങ്ങനെ ഒരു ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറയാം. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറെ പ്ലേലിസ്റ്റിലുള്ള വീഡിയോ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന നമ്പർ 17.8 ആണ്. ഇതിൽ നോർമൽ പാർട്ടുണ്ട്, ഡെസിമൽ പാർട്ടുണ്ട്. അപ്പോൾ രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ നോർമൽ നമ്പറിൻ്റെ റിയൽ പാർട്ടിൻ്റെ ഇതെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ പാർട്ടിൻ്റെ ബൈനറി കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 17ൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. 17ൻ്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ 17നെ 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് വരണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് എല്ലാം ഫ്രം ബോട്ടം ടു ടോപ്പ് എടുത്ത് എഴുതുമ്പോൾ 17ൻ്റെ ബൈനറി ഈക്വലൻറ്റ് കിട്ടും. ഇപ്പോൾ 17 ഇല്ലേ, അപ്പോൾ 17 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ 8 ആയിരിക്കും കിട്ടുന്നത്. റിമൈൻഡർ 1 വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 4 റിമൈൻഡർ 0. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 2 റിമൈൻഡർ 0. എഗെയിൻ 2 വെച്ച് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ 0. അപ്പോൾ ഇതിന് ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫ്രം ബോട്ടം ടു ടോപ്പ് ഈ ഒരു ഓർഡറിൽ എടുത്ത് എഴുതണം. അപ്പോൾ 17ൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 1000 1 to the base 2. ഇതാണ് 17ൻ്റെ ബൈനറി ഈക്വലൻ്റ്. അത് ഈ ഓപ്ഷനിലൊന്നും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നൺ ഓഫ് ദി എബോവ് ആൻസറിൽ കൊടുക്കാം. ഇനി സെക്കൻഡ് പാർട്ടാണ് 0.8. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ്ലി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരണം. എന്നിട്ട് അതിൽ കിട്ടുന്ന ഫസ്റ്റ് പാർട്ടിൻ്റെ റിസൾട്ട് മാത്രം സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. ഈ ഡെസിമൽ ഇതിൻ്റെ പോയിൻ്റ് നമ്പേഴ്സിൻ്റെ ഈക്വലൻ്റ് കിട്ടും. ഇപ്പോൾ 0.8 ആണ്. 0.8 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 1.6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടിൽ 1 ആണുള്ളത്. അപ്പോൾ 1 എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ 1.6ൻ്റെ പോയിൻറ്റ് വാല്യൂ മാത്രം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ് വാല്യൂ 0.6 ആണ്. അപ്പോൾ 0.6 ഇൻറ്റു 2 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.2 കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 1 ആണുള്ളത്. 1 എടുത്ത് എഴുതി. ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടിലുള്ളത് 0 ആണ്. എഗെയിൻ 0.4 ഇൻറ്റു 2 ചെയ്യണം. 0.4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 0.8. ഇത് ഇനി റിപ്പീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇത്ര എടുത്ത് എഴുതിയാൽ മതി. 4 ഡെസിമൽ പോയിൻ്റ് വരെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഈ 0.8ൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 0.1100. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1000 ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF റെഫർ ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 78, കൺവേർട്ട് ഹെക്സാഡെസിമൽ 8AC ടു ബൈനറി. ഇതിൽ ഹെക്സാഡെസിമലിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 0 to 9 വരെയുള്ള നമ്പേഴ്സും A to F വരെ ഉള്ള ക്യാരക്ടേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എയുടെ വാല്യൂ 10 ആണ്, B = 11, C = 12, ഇങ്ങനെ 15 വരെ നമുക്ക് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഇതെങ്ങനെ വന്നു എന്ന് പറയാം. നമ്മൾ ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റ്സിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി ഏതാണോ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനെ കമ്പൈൻ ചെയ്താൽ മതി. ഇതിൽ 8AC ആണ് കൊടുത്തേക്കുന്നത്, 8AC. അപ്പോൾ ഇത് 4 ഡിജിറ്റ് ബൈനറി ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ആണ് 1000.
ഇനി എ ഈക്വൽ ടു 10 ആണ്. 10ന് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ 10 10 ആണ്. പിന്നെ സിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളത് 12 ആണ്. അപ്പോൾ 1100. അപ്പോൾ 8AC നമുക്ക് കിട്ടി. ഇതെല്ലാം ഒരുമിച്ച് എഴുതിയാൽ മതി. 8ൻ്റെ 1000, പിന്നെ എയുടെ 1010, സിയുടെ 1100. ഇതാണ് 8ACയുടെ ബൈനറി ഈക്വലൻറ്റ്. ഇനി ബൈനറി ഈക്വലൻറ്റ് എങ്ങനെ എഴുതാം? ബൈനറി വാല്യൂസ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 16 വരെയെങ്കിലും പഠിച്ചു വെക്കണം. ഇത് ബൈനറി നമ്പേഴ്സ് നോർമൽ 1 2 3ൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതാൻ ഒരു ട്രിക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വരണം. 0 1 0 1 0 1 0 1 ഇങ്ങനെ സ്റ്റാർട്ടിങ് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 1 0 1 0 1 0 അങ്ങനെ പോകണം. പിന്നെ സെക്കൻഡ് പ്ലേസിലുള്ളത് ഫസ്റ്റ് 2 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ 2 1 2 0 2 1 ഇങ്ങനെ എഴുതി പോകണം. പിന്നെ തേർഡ് ഇതിലാണെങ്കിൽ 4 0 4 1 അങ്ങനെ വരണം. ഇപ്പോൾ 0 0 0 0, അത് കഴിഞ്ഞിട്ട് 1 1 1 1. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് പ്ലേസ് ആണെങ്കിൽ 8 0 8 1 വരണം. 1 2 3 4 5 6 7 8, ബാക്കിയുള്ളതിന് 8 1 വരണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 4 ഡിജിറ്റ്സ് വരെ എഴുതിയാൽ മതി. നമുക്ക് 0 to 15 വരെയുള്ള ഡിജിറ്റ്സിൻ്റെ ബൈനറി ഈക്വലൻ്റ് കിട്ടും. ഇപ്പോൾ ഇതാണെങ്കിൽ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 4 5 6, ഇത് 7. ഇനി ഇതിനെ ബാക്കിയും കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി. 8 9 10 11 ഇതിൻ്റെയൊക്കെ കിട്ടും. ഇപ്പോൾ ബൈനറി വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഈസിലി എഴുതി 0 to 15 വരെ ഉള്ള നമ്പേഴ്സിൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. Then question number 79, convert 1110 0100 to hexadecimal. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, E4. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാം. ആദ്യം അവർ കൊടുത്തേക്കുന്ന നമ്പർ എടുക്കാം. അവർ കൊടുത്തേക്കുന്നത് 1110 0100 ആണ്. ഇതിനെ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ നമ്പർ 1110 ആണെങ്കിൽ 1 2 3 4 ഇതൊരു ഗ്രൂപ്പായിട്ട് എടുത്തു. ആൻഡ് 1 2 3 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ 0 ആഡ് ആക്കിയിട്ട് ഇതിനെ 4 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 1110 0100 ഈ നമ്പറാണ് കൊടുത്തേക്കുന്നത്. 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഈക്വലൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ 1110 ഇതിൻ്റെ ഡെസിമലാണ് 842. 14 ആണ് ഇതിൻ്റെ ഈക്വലൻ്റ്. ഈ ഒരു ബൈനറിയുടെ ഈക്വലൻ്റ് 14 ആണ്. ദെൻ ഇതിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണെങ്കിൽ 4 ആണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഡിജിറ്റിൽ വരുന്നത് 4 ആണെന്ന്. അപ്പോൾ എയ്തർ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ഓർ ബി ഈസ് കറക്റ്റ്. ഇനി നമ്മൾ ഹെക്സാഡെസിമലിൽ നോക്കുവാണെങ്കിൽ ഹെക്സാഡെസിമലിൽ 0 to 9 വരെ യൂസ് ചെയ്യും. ദെൻ A to F വരെയാണ് യൂസ് ചെയ്യുന്നത്. എയുടെ ഈക്വലൻ്റ് 10 ആണ്. പിന്നെ B 11, C 12, D 13 ആൻഡ് E 14. അപ്പോൾ 14ൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് E ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് E4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ E4 ആണ്. Then question number 80, how many words can be generated if there are n address lines? Option A 2n, option B 2 raised to n, option C 2 raised to n plus 1 and option D 2 raised to n minus 2. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 raised to n ആണ്. ഇത് കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിൻ്റെ ഇത് n ലൈൻസ് ഉള്ള ബസ്സാണെങ്കിൽ അഡ്രസ് ലൈൻസ് ഉള്ള ബസ്സാണെങ്കിൽ നമുക്കതിൽ 2 raised to n ലൊക്കേഷൻസ് വരെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. സെയിം ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് n അഡ്രസ് ലൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ 2 raised to n അഡ്രസ്സസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. When a computer wants to store or find something in memory, it uses address like a pointer or label to know where to look. Each address lines can be either 0 or 1, just 2 choices. ഓരോ അഡ്രസ് ലൈനിൽ നിന്ന് നമുക്ക് 2 ചോയ്സാണുള്ളത്, 0 or 1. അഡ്രസ് ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ മെമ്മറിയിൽ എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ആ കേസിൽ നമുക്ക് അഡ്രസ് ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്രസ് ലൈൻസിനെ പോയിൻ്റർ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു മെമ്മറി ലൊക്കേഷൻ എവിടെയാണോ ആ ഡേറ്റ എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റർ പോലെയാണ് നമ്മൾ ഈ അഡ്രസ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് 2 raised to 1
മെമ്മറി ലൊക്കേഷൻസ് കാണും. അതായത് 2⁻1 = 2 തന്നെയാണ്. ഇതിൽ 0 and 1 ഈ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അഡ്രസ് ലൈന് 1 ആണെങ്കിൽ. ഇനി അഡ്രസ് ലൈൻ 2 ആണെങ്കിൽ 2⁻2 അപ്പോൾ 4 ലൊക്കേഷൻസ് കാണും. 00, 01, 10, 11 ഇങ്ങനെ 4 ലൊക്കേഷൻസ് കാണും. ഇനി അഡ്രസ് ലൈൻസ് 3 ആണെങ്കിൽ നമുക്ക് 8 ലൊക്കേഷൻസ് കാണും. 000, 001, 010 ഇങ്ങനെ ലാസ്റ്റ് 11 വരെ 111 വരുന്നത് വരെ നമുക്ക് 8 ലൊക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്കിപ്പോൾ n അഡ്രസ് ലൈൻസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 2⁻n മെമ്മറി ലൊക്കേഷൻസ് പോയിൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് പ്ലേസ് സ്റ്റോർസ് 1 മെമ്മറി വേർഡ്. n അഡ്രസ് ലൈൻസ് = 2⁻n മെമ്മറി വേർഡ്സ്. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേപോലെ കൂടുതൽ വീഡിയോസിന് പീക്ക് ടൈം ലേണേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്